നല്ല ചൂട് കറിയാണ് കേട്ടോ. ഇപ്പം എന്തായാലും നമുക്ക് ചൂടോടെ നോക്കാം. ആദ്യമൊക്കെ കഴിക്കുമ്പോൾ രസമാണ്, പക്ഷെ കണ്ടിന്യൂസ് കഴിക്കുമ്പോൾ ശരിക്കും ഒരു മടുപ്പ് തന്നെയാണ്. നമ്മൾ ആ ചോറും കറി കഴിച്ചില്ലെങ്കിൽ എന്താ ഒരു സുഖം അല്ലേ. അടിപൊളിയാണ്. ഹലോ, ഇന്ന് നമുക്ക് നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ടേ. ഇതാ നോക്കിയേ, കണ്ട. അപ്പം നമുക്കിന്ന് ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ഫീലാണ്. നമുക്കിതൊന്ന് ലൈറ്റായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് നമ്മളിതാ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ടേ, കുറച്ചിതാ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണ്ടേ, കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അതിൻ്റെ വാവ കറിയുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇടയ്ക്ക് നല്ല സൗണ്ട് ആയിരിക്കുമേ. അപ്പം നമുക്കിനി ഇത് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ മാരിനേറ്റ് ആവുന്ന ആ ടൈം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതാ നമ്മൾ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഇതാ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് വെക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ഗ്രാമ്പൂ, ഒരു പട്ട, ഒരു ഏലക്ക ഇത്ര ഒന്ന് ചെറുതായിട്ട് കുരുകുനാന്നാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ചോക്കനെ ഒന്ന് വറുത്തെടുക്കാം. തീയലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെമ്മീൻ തീയലാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിത്തീയൽ, രണ്ടും അടിപൊളിയാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ചോറിന് വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. ഞാനൊരു കളിയും കഴിഞ്ഞ് വന്ന് കയറിയതാണോ, സഹായിക്കാനൊന്നും ഇളക്കുണ്ട്, എന്താവോ എന്തോ. ഈ സമയത്ത് ഇതാ കുറച്ച് കുരുമുളക് പൊടി ഇതിനോട് ചേർത്ത് കൊടുക്കുകയാണേ. കുരുമുളക് നല്ല കരിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് ആ ഒരു കറുത്ത നിറവും ആ സ്വാദും ഒക്കെ വരിക. ഒരു ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇതിനോട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സി ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തെടുത്ത അതേ പാനിൽ, അതായത് ഫ്രൈ പാനിൽ നമുക്ക് നമ്മുടെ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഈ എണ്ണയിലേക്ക് ഒന്ന് വിതറി കൊടുക്കണ്ടേ. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്രോത്സവം എന്നുള്ള നോവലാണ്. അത് നമ്മുടെ BR പ്രസാദ് സാർ എഴുതിയ നോവലാണ്. നല്ല അടിപൊളി നോവലാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ആ നോവൽ വായിച്ചതാണ്. അപ്പോൾ ഇതൊന്നിക്കൊന്ന് കാണിക്കണം എന്ന് തോന്നി, കാരണം വായിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ സാറിന് BR പ്രസാദ് സാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. സാറ് സിനിമയിൽ പാട്ടുകൾ എഴുതി, അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും കൂടുതൽ പരിചയം. അപ്പോൾ നമ്മുടെ കേരനിരകളാടും എന്നുള്ള സോങ്, ജലോത്സവം സിനിമയിലെ, പിന്നെ കിളിച്ചുണ്ട മാമ്പഴത്തിലെ പാട്ടുകൾ, അതൊക്കെ സാർ എഴുതിയതാണ്. അപ്പോൾ അതിലുപരി സാറ് ഞങ്ങളുടെ കുട്ടനാടുകാരനാണ്. അപ്പോൾ ഈ ബുക്ക് നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി നോവലാണ്. ഞാനത് ഫുള്ള് ഒറ്റ ഇരിപ്പിന് വായിച്ച് തീർത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് അതേ കടായിൽ തന്നെ, അതേ ഫ്രൈങ് പാനിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കൂട്ടുകൂടി ചേർത്തെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നല്ല ഉള്ളി ചെറുതായിട്ട്, ഇതിൻ്റെ കൂടെ പച്ചമുളക് അരിഞ്ഞതോടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞതുകൂടി ചേർത്ത് വെക്കാം. തക്കാളിയും ചേർക്കാറുണ്ട് ചിലരുണ്ട്, പിന്നെ നമ്മുടെ വാളംപൊടി അതും ചേർക്കാറുണ്ട്. നമ്മളിവിടെ കൂടുതലും തക്കാളിയാണ് ഇപ്പോൾ ചേർക്കുക. സാധാരണ തീയലെന്ന് പറയുമ്പോൾ നമ്മൾ തക്കാളി തീയൽ വെക്കാറുണ്ട്, ഉള്ളി തീയൽ വെക്കാറുണ്ട്, അങ്ങനെ പാവയ്ക്ക തീയൽ വെക്കാറുണ്ട്, വെണ്ടയ്ക്ക തീയൽ വെക്കാറുണ്ട്. ഇതെല്ലാം ചേർത്ത് വേണം നമ്മൾ. ശരിക്കും ഇതിനകത്ത് നല്ല ഉള്ളി, തക്കാളി ഒക്കെ ചേർത്തിട്ടാണ് തീയൽ വെക്കുന്നത്, നമ്മുടെ കൊഞ്ച് തീയൽ. പക്ഷേ കൊഞ്ച് തീയലിന് ഈ തക്കാളിയുടെയും ഉള്ളിയും കൂടാതെ സൂപ്പറാവുന്നത് മുരിങ്ങയ്ക്കയും കൂടെ ചേർക്കുമ്പോഴാണ്. പിന്നെ എനിക്കിവിടെ മുരിങ്ങയ്ക്ക കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. മിക്സി ജാറിന് കഴുകി ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കണ്ടേ. ഒരു അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മുടെ ചെമ്മീൻ വറുത്ത് വെച്ചിരിക്കുന്നതെന്ന് ചേർത്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം.
നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ലാസ്റ്റായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണ്ടേ. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളിതേ പ്ലേറ്റിൽ ചോറൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂട് കറിയാണ് കേട്ടോ. ഞാൻ പൊതുവെ ചൂട് കഴിക്കാൻ ഭയങ്കര പേടിയാണ്. ഞാൻ തണുത്തിട്ട് എന്ത് സാധനം കഴിക്കുള്ളൂ. ഇപ്പം എന്തായാലും നമുക്ക് ചൂടോടെ നോക്കാം. ഈ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നല്ല നമ്മുടെ ചെമ്മീൻ കറിയുടെയും മത്തിക്കറിയുടെയും ഒന്നും വില അറിയില്ല. തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് കുറച്ച് നാൾ നിൽക്കണം അതിൻ്റെ വില അറിയണമെങ്കിൽ. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് കുറച്ച് അധികം യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ചോറും മുളകിടിച്ചതും കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് കൊതിച്ചു പോയി. കാരണം അവിടുത്തെ ആ ടേസ്റ്റ് നമുക്ക് അത്ര പിടിക്കില്ല. ആദ്യമൊക്കെ കഴിക്കുമ്പോൾ രസമാണ്, പക്ഷെ കണ്ടിന്യൂസ് കഴിക്കുമ്പോൾ ശരിക്കും ഒരു മടുപ്പ് തന്നെയാണ്. നമ്മുടെ ആ ചോറും കറി കഴിച്ചില്ലെങ്കിൽ എന്താ ഒരു സുഖം അല്ലേ. അതാണ് ടേസ്റ്റ് ചെയ്യട്ടോ കേട്ടോ. അടിപൊളിയാണ്. അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും നമ്മുടെ ചെമ്മീൻ കറിയുടെ റെസിപ്പിയൊക്കെ ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മിക്കവർക്കും അറിയാമായിരിക്കും ഇത്, എങ്കിലും എൻ്റെ രീതിയിലുള്ളത് ഞാനൊന്ന് കാണിച്ചു തന്നാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങൾ കുട്ടനാട്ടുകാർക്ക് ഒട്ടും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത സാധനമാണ് ചെമ്മീൻ, നമ്മുടെ വരാല് കറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ടാറ്റാ.